കഴിഞ്ഞ ഒരു 3-4 ദിവസം മുന്നേ നടന്നൊരു ഉദ്ഘാടന ആളെ മനസ്സിലായില്ലേ? നമ്മുടെ നാഗചേച്ചി. അതന്നെ, ഉദ്ഘാടനമൊക്കെ ഇപ്പൊ വേറെ ലെവലായി അല്ലേ? കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ സ്ഥാപനം ഈ ചേച്ചിയെ വിളിച്ച് എന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ ആ സ്ഥാപന ഉടമ കാണിച്ചൊരു മനസ്സില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നും കൊണ്ടല്ല, ഈ മേഖലയൊക്കെ ചില ആളുകൾ കൈയടക്കി വെച്ചതായിരുന്നു. ഇനി അവർക്കൊക്കെ ഒരു പാരയാവട്ടെ. ഇത് ഏതെങ്കിലും ഒരു ജ്വല്ലറിയോ ഏതെങ്കിലും ഒരു പെട്ടിക്കട ഉദ്ഘാടനം ചെയ്യാനാണെങ്കിലും ഇത് ബാക്കിൽ കുറെ സാധനം വെച്ച് കെട്ടി മുന്നിൽ കുറെ സാധനം വെച്ച് കെട്ടി നെഞ്ചുന്തി വന്നിട്ട് ഈ റിബണും കട്ട് ചെയ്ത് കോടികളും വാങ്ങിയിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് 2 ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥാപനത്തിനെതിരെ ആ സ്ഥാപന ഉടമക്കെതിരെ കേസും കൊടുത്ത് ആളെ നാട്ടിക്കും, വാങ്ങാനുള്ളതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട്. വല്ലാതെ അതി ഹൈഷ്. ഇതാവുമ്പോ അത്ര ഒരു പ്രശ്നം ഉണ്ടാവില്ല. സംഗതി ഞങ്ങൾ ഇടക്കിടക്ക് കുറെ തെറിയൊക്കെ പറയുന്നതാണ്. അതൊന്നും കാര്യത്തിൽ എടുക്കണ്ട. ഈ ഒരു ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വേളയിൽ ഇത് ആദ്യത്തെ ഉദ്ഘാടനം ആയതുകൊണ്ടും പിന്നെ അഹങ്കാരം കുശുമ്പും കുന്നായ്മയൊന്നും ഇല്ലാത്തത് കൊണ്ടും അതൊന്ന് തൊട്ട് വന്നിച്ച് പ്രാർത്ഥിച്ചിട്ട് ചെയ്തു നോക്കാം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. എന്തായാലും ആ സ്ഥാപനം വിജയിക്കാൻ വേണ്ടിയിട്ടും ആ സ്ഥാപന ഉടമക്ക് വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടും സ്ഥാപനത്തിന് വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ആത്മാർത്ഥമായിട്ട് എന്തായാലും പ്രാർത്ഥിക്കും. അത് ഉറപ്പാ. ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കൂല എന്നുള്ള കാര്യങ്ങളൊക്കെ പടച്ചവന്റെ കയ്യിലാണ്. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാവും, അത് ഉറപ്പാ. എന്തായാലും എല്ലാവരും ഉഷാറാട്ടെ, എല്ലാവരും വളരട്ടെ. ചില ആൾക്കാർ മാത്രം വളർന്നാൽ പോരല്ലോ, എല്ലാവരും മേഖലയ്ക്ക് വരട്ടെ, എല്ലാവരും വളരട്ടെ. വല്ലാതെ ഹൈഷ്.